നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡിന്റെ സമഗ്ര വികസനത്തിനും പൊതുജനക്ഷേമത്തിനും വിവിധ പദ്ധതികൾ മുന്നോട്ട് വെച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സന്തുലിത വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് സോളാർ എനർജി മേഖലയിലേക്ക്. ജെറ്റ് സോളാർ കമ്പനിയുടെ സഹകരണത്തോടെ ആരംഭിച്ച കൊളീഗ്സ് സോളാർ സൊല്യൂഷൻസ് കമ്പനിയുടെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ കൂറ്റൻ മരം വീണ് അപകടം. റോഡരികിൽ നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലേക്കാണ് മരം പതിച്ചത്. പതിനായിരങ്ങളെ ആത്മനിർവൃതിയിലാഴ്ത്തി തൃക്കരിപ്പൂർ രാമവില്ലം കഴകം പെരുങ്കളിയാട്ടത്തിൽ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. ചെണ്ടവാദ്യത്തിന്റെയും ചീനക്കുഴലിന്റെയും നാദത്തിലലിഞ്ഞ ഇരു ഭഗവതിമാരും തിരുവരങ്ങിൽ എത്തിയതോടെ രാമവില്യം കഴക പരിസരത്തെ ഭക്തസഹസ്രം കൈകൂപ്പി നിന്നു. അർദ്ധരാത്രി ട്രെയിൻ അടുത്തെത്തിയ സമയത്ത് റെയിൽപാളത്തിൽ കുടുങ്ങിയ യുവാവിനെ കോളേജ് വിദ്യാർത്ഥികൾ സാഹസികമായി രക്ഷപ്പെടുത്തി. കോട്ടപ്പാറ വെള്ളൂട ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. വാർത്തകൾ വിശദമായി. കാസർഗോഡിന്റെ സമഗ്ര വികസനത്തിനും പൊതുജനക്ഷേമത്തിനും വിവിധ പദ്ധതികൾ മുന്നോട്ട് വെച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂരാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കാസർഗോഡിന്റെ സമഗ്ര മേഖലകളിലെയും വികസനത്തിന് ഊന്നൽ നൽകി വിദ്യാഭ്യാസ, ആരോഗ്യ, കർഷക ക്ഷേമ, വ്യവസായ, അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 97,261,211 രൂപ വരവും 96,121,000 രൂപ ചിലവും 1,26,40,211 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ഭരണസമിതി യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂരാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റിൽ ഭവന പദ്ധതിക്ക് 12 കോടി രൂപ മാറ്റിവെച്ചു. കാർഷിക മേഖലയ്ക്ക് 1,75,00,000 വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ ലഹരി വിമുക്ത പദ്ധതികളുടെ ഭാഗമായി റിഥം പദ്ധതിക്ക് തുടക്കം കുറിക്കും. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായി 9,90,67,000 രൂപയും മാറ്റിവെച്ചു. ജില്ലാ പഞ്ചായത്ത് ക്യാൻറ്റീൻ പ്രീമിയം കഫേയാക്കി മാറ്റും. സ്കൂളുകളിൽ ചിൽഡ്രൻസ് പാർക്കുകളും മാക്കെയർ സെന്ററുകളും ആരംഭിക്കുന്നത് കൂടാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കും. ജില്ലാ അലോപ്പതി ആശുപത്രി സാധാരണക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കും വിധം വിപുലീകരിക്കും. വയോജന കേന്ദ്രങ്ങളും ഹാപ്പിനെസ് പാർക്കുകളും ആരംഭിക്കും. പൊതു ഇടങ്ങളിൽ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ സ്ഥാപിക്കും. തുടങ്ങിയ നിരവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി 75 ലക്ഷം രൂപയും 25ഓളം ഗ്രാമീണ റോഡുകൾ നവീകരിക്കുന്നതിനായി 12,80,00,000 രൂപയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. ഈ വർഷവും ഭവന പദ്ധതിക്കായി 12 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ജില്ലയാണ് നമ്മുടെ. മലകളും പുഴകളും തീരദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂവിഭാഗത്തിൽ കാർഷിക ഉൽപാദന വർധനവിന് വേണ്ടി എല്ലാ വർഷവും പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നു. നെൽകൃഷി വികസനം, ജലസേചന സൗകര്യമൊരുക്കൽ, മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ, കുളങ്ങളുടെ നവീകരണം, പള്ളങ്ങളുടെ സംരക്ഷണം പോലെയുള്ള പദ്ധതികൾ ഇത്തവണയും ഏറ്റെടുത്തിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് തന്നെ തയ്യാറാക്കിയ ജലബജറ്റിന്റെ വസ്തുതകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. മണ്ണറിഞ്ഞ് വളമിടണം എന്നത് കൃഷിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് സമഗ്ര മണ്ണ് പരിശോധനയ്ക്കായി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ക്യാമ്പ് ഏർപ്പെടുത്തുവാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയിലെ വൈവിധ്യവൽക്കരണവും നൂതന ആശയങ്ങളും ഉൾപ്പെടുത്തിയാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. വ്യവസായ വകുപ്പുമായി സംയോജിച്ച് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ വ്യാവസായിക മേളകൾ നടത്തി സംരംഭകർക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഈ വർഷവും സൗകര്യമൊരുക്കുന്നു. കാർഷിക മേഖലയ്ക്ക്
1,75,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ക്ഷീര കർഷകർക്ക് റിവോൾവിംഗ് ഫണ്ട്, പാലിന് സബ്സിഡി നൽകൽ എന്നിവയും ഈ വർഷവും തുടരും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, ജനങ്ങളുടെ ആളോഹരി വരുമാനം മെച്ചപ്പെടുത്തി ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമം കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് നടത്തുന്നതെന്ന് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിച്ചി മാത്യു, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശകുന്തള കെ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ സരിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു, പഞ്ചായത്ത് മെമ്പർ ഷിനോജ് ചാക്കോ, ജോമോൻ ജോസ്, എം ശൈലജ ഭട്ട്, തദ്ദേശഭരണ ജോയിന്റ് ഡയറക്ടർ ജി സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ശ്യാമലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സന്തുലിത വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സന്തുലിത വികസനം ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. സംസ്ഥാന കേന്ദ്ര പദ്ധതി വിഹിതവും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഹിതവും ബ്ലോക്ക് പഞ്ചായത്ത് തനത് ഫണ്ടും ഉൾപ്പെടെ 59,76,78,544 രൂപ വരവും 59,14,20,000 രൂപ ചെലവും 62,01,544 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖല, മൃഗസംരക്ഷണ മേഖല, പാർപ്പിട പദ്ധതികൾ, ആരോഗ്യ മേഖല, സ്ത്രീ സൗഹൃദ ഗ്രാമം, വയോജനങ്ങൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ പദ്ധതികൾ, വിദ്യാഭ്യാസ മേഖല, പ്രകൃതി ജല സംരക്ഷണം, കുടിവെള്ളം, സുസ്ഥിര ശുചിത്വ പദ്ധതി, പശ്ചാത്തല മേഖല, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ വിഭാഗങ്ങളിലേക്കായി തുക വകയിരുത്തിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലതയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ആധുനിക ലോക വിജ്ഞാനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയ സാമ്പത്തിക സമാഹരണം വഴിയും നാം പുതിയ കുതിപ്പിലേക്ക് നീങ്ങുകയാണ്. ഈ കുതിപ്പുകൾ പശ്ചാത്തല സൗകര്യങ്ങളുടെ അസൂയാവഹമായ പുത്തൻ അധ്യായങ്ങളുടെ വഴിത്തിരിവിലേക്ക് നീങ്ങുമ്പോഴും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയുടെ പുത്തൻ വികസന ലോകത്തിലേക്ക് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഇച്ഛാശക്തിയും കേരളം പ്രകടിപ്പിക്കുന്നുണ്ട്. കേരളത്തിന്റെ വികസനത്തിനോടൊപ്പം ലഭ്യമായ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തി മാതൃകാപരമായ ജനോപകാരപ്രദമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് മുന്നേറുകയാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്. BDO എസ് ഹരികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് സോളാർ എനർജി മേഖലയിലേക്ക്. ജെപ് സോളാർ കമ്പനിയുടെ സഹകരണത്തോടെ ആരംഭിച്ച കൊളീഗ്സ് സോളാർ സൊല്യൂഷൻസ് കമ്പനിയുടെ ഉദ്ഘാടനം നടന്നു. പരിപാടിയോടനുബന്ധിച്ച് ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. വിശുദ്ധ റമദാൻ മാസത്തെ ഭക്തിയോടും ഐക്യത്തോടും കൂടി അടയാളപ്പെടുത്തിയാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ വിരുന്നിനായി ഒത്തുകൂടിയപ്പോൾ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമ മാതൃകയായി സംഗമം മാറി. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനൻ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. അപ്പൊ നമുക്ക് ഈ രാജ്യത്തിനകത്തെയും പുറത്തെയും കോർപ്പറേറ്റ് ശക്തികളോട് നേർക്കുനേർന്ന് പൊരുതി ഒപ്പത്തിനൊപ്പം നിൽക്കാൻ കഴിവും ശേഷിയുള്ള സമൂഹമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കില്ലാത്ത പലരും ഉള്ള കമ്പനികളാണ് നമുക്ക് മുകളിൽ നിൽക്കുന്നത്. മൂലധനം, ഇപ്പൊ ക്യാപിറ്റലിന്റെ കാര്യത്തിൽ ദശലക്ഷക്കണക്കിന് രൂപ അല്ലെ ഡോളറുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാൻ നിമിഷങ്ങൾ മാത്രം മതിയാവുന്ന കമ്പനികൾ അതൊക്കെ. എത്ര കോടികൾ വേണമെങ്കിലും അവർക്ക് ഈ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രൊഫഷണലുകളെ ഇവരുടെ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വയ്ക്കുവാൻ അവർക്ക് കഴിയും. ലോകത്തിലെ ഏറ്റവും മികച്ച ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർക്ക് കഴിയും. ഇഫ്താർ നോമ്പ് തുറയ്ക്കൽ മാത്രമല്ല, അത് നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ദയ പ്രചരിപ്പിക്കുന്നതിനും അനുകമ്പയുടെയും ഔദാര്യത്തിന്റെയും മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനും വേണ്ടിയാണ്. ഉസ്താദ് മുഹമ്മദ് റിഷാദ് അസ്ഹരി പറഞ്ഞു. അടിമകളായ മനുഷ്യരെ
പലവിധേന പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ. ആത്മീയതയുടെയും സാഹോദര്യത്തിന്റെയും പങ്കുവെക്കലിന്റെയും സന്ദേശമാണ് ഓരോ നോമ്പുകാലവും നമ്മെ അനുസ്മരിപ്പിക്കുന്നത് എന്ന് ആത്മീയ ഗുരുക്കൾ പങ്കുവച്ചു. ഇഫ്താർ സംഗമത്തിൽ സാമൂഹിക, രാഷ്ട്രീയ, ആത്മീയ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. CCN സംഘടിപ്പിച്ച വിരുന്നിൽ ഈത്തപ്പഴം, പഴങ്ങൾ, സമൂസ, ബിരിയാണികൾ, ഉന്മേഷദായകമായ പാനീയങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പരമ്പരാഗതവും രുചികരവുമായ വിഭവങ്ങൾ ഒരുക്കിയിരുന്നു. ഊഷ്മളവും സ്വാഗതാർഹവുമായ അന്തരീക്ഷത്തിൽ നോമ്പ് തുറക്കാൻ ലഭിച്ച അവസരത്തിൽ പങ്കെടുത്തവർ തങ്ങളുടെ സന്തോഷവും നന്ദിയും പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ കൂറ്റൻ മരം വീണ് അപകടം. റോഡരികിൽ നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലേക്കാണ് മരം പതിച്ചത്. കാറിലുണ്ടായിരുന്ന സ്ത്രീകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുതിയ കോട്ടയിൽ ഉച്ചയോടെയാണ് അപകടം നടന്നത്. റോഡരികിൽ അപകട ഭീഷണി ഉയർത്തി നിന്ന മരമാണ് താഴേക്ക് പതിച്ചത്. റോഡരികിൽ നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലേക്ക് മരം പതിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്തു. ഇവിടെ ഒരു 12:20 നമ്മൾ വന്ന് ഞാൻ വണ്ടി പുറത്ത് വെച്ച് ഞാൻ വീടിൻ്റെ അകത്ത് കയറി കീ വെച്ചിട്ട് ഞാൻ ബാങ്ക് കൊടുത്തത്. ഇപ്പം ഞാൻ പള്ളിയിൽ പോകുമ്പോൾ അവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു തൊട്ടടുത്ത്. അതിലൊരു ഫാമിലി ഉണ്ടായിരുന്നു. പള്ളിയിൽ പോയിട്ട് ഞാൻ പള്ളിയിൽ എത്തലും കുട്ടികളൊന്നും ഇവിടുന്ന് ഓടി വരുന്നുണ്ട്. ബാപ്പ ഇങ്ങനെ മരം വീണിട്ട് 2 വണ്ടീനകത്ത് മരം വീഴുന്നു. അങ്ങനെ പിന്നെ തൊട്ടടുത്തുള്ള പച്ചക്കറിക്കാർ വന്ന് ആ പെണ്ണുങ്ങളെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അവരുടെ വണ്ടിയിൽ നിന്ന് ഇറക്കി. അവർക്ക് തലക്കെന്തോ ചെറിയൊരു പരിക്കേ ഉള്ളൂ. അവർ ഹോസ്പിറ്റലാണുള്ളത്. പിന്നെ വണ്ടി 2 ടോട്ടൽ ലോസായി. കാറിലുണ്ടായിരുന്ന 2 പേർക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചു നീക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. 10,000ങ്ങളെ ആത്മനിർവൃതിയിലാഴ്ത്തി തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. ചെണ്ടവാദ്യത്തിന്റെയും ചീനിക്കുഴലിന്റെയും നാദത്തിലലിഞ്ഞ ഇരു ഭഗവതിമാരും തിരുവരങ്ങിൽ എത്തിയതോടെ രാമവില്യം കഴക പരിസരത്തെ ഭക്തസഹസ്രം കൈകൂപ്പി നിന്നു.
7 ദിവസങ്ങളിലായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും രാപ്പകൽ ഭേദമന്യേ 96 തെയ്യക്കോലങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടിയെത്തിയ ഭക്തമാനസങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ബുധനാഴ്ച രാവിലെ 10:30ഓടെയാണ് പ്രധാന തെയ്യക്കോലമായ പടക്കത്തി ഭഗവതിയുടെ നീളൻ തിരുമുടി ഉയർന്നത്. മംഗലക്കുഞ്ഞുങ്ങളുടെ അകമ്പടിയിൽ കഴകം വലം വെച്ച് നടനമാടിയ ശേഷമാണ് പടക്കത്തി ഭഗവതി 10,000ങ്ങൾക്ക് ദർശനം നൽകിയത്. തുടർന്ന് 11:35ഓടെയാണ് അണിയറയിൽ നിന്ന് ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നത്. സമാപന ദിനമായ ബുധനാഴ്ച രാവിലെ 9 മുൻപ് തന്നെ കഴകസന്നിധിയിലേക്ക് ഭക്തജന പ്രവാഹമായിരുന്നു. പുലർച്ചെ മുതൽ വിഷ്ണുമൂർത്തി ഉൾപ്പെടെ 13 തെയ്യക്കോലങ്ങൾ അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങിലെത്തിയിരുന്നു. ഇതിനുശേഷമാണ് പ്രധാന ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നത്. ഉച്ചയോടെ ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം പേർക്ക് അന്നദാനവും നടന്നു. ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി താഴ്ത്തുക. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അർദ്ധരാത്രി ട്രെയിൻ അടുത്തെത്തിയ സമയത്ത് റെയിൽപാളത്തിൽ കുടുങ്ങിയ യുവാവിനെ കോളേജ് വിദ്യാർത്ഥികൾ സാഹസികമായി രക്ഷപ്പെടുത്തി. കൊയോങ്കരയിലെ നിർമ്മാണ തൊഴിലാളിയുടെ ജീവൻ തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ വോളണ്ടിയർമാരായി സേവനം ചെയ്തുവന്ന വിദ്യാർത്ഥികൾ രക്ഷിച്ചു. പയ്യന്നൂർ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിലെ ഗ്രാഫിക് ഡിസൈനിംഗ് വിദ്യാർത്ഥി തൃക്കരിപ്പൂർ പേക്കടത്തെ 18-കാരനായ കെ ഭഗത്, പയ്യന്നൂർ കോളേജ് BA മലയാളം ആദ്യവർഷ വിദ്യാർത്ഥി തൈക്കീലിലെ വി ഹരിനന്ദൻ, കൂടെ പയ്യന്നൂർ കോളേജിൽ ഡിഗ്രി BA ഹിസ്റ്ററി ആദ്യവർഷ വിദ്യാർത്ഥിയുമായ ടി അഭിനവ് എന്നിവർ ചേർന്നാണ് ഒരു ജീവൻ രക്ഷിച്ചത്. പുലർച്ചെ 12:30-നാണ് സംഭവം നടന്നത്. നിർമ്മാണ തൊഴിലാളിയായ കൊയോങ്കര സ്വദേശിയാണ് വിദ്യാർത്ഥി സംഘം അപകട സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പുലർച്ചെ ടൈമാകുമ്പോൾ വീട്ടിലിങ്ങനെ പോകുമ്പോൾ പേക്കടം ഭാഗത്തുനിന്ന് റെയിൽ മുറിച്ചടക്കുമ്പോൾ ഒരാളാണ് നിൽക്കുന്നത്. ഒരാളെന്നാൽ നിൽക്കുന്നത് നമ്മൾ ചോദിച്ചിട്ടും ഒന്നും മുണ്ടിയിട്ടുണ്ടായിട്ടാ. സംശയം തോന്നിയിട്ട് നമ്മൾ പിടിച്ചായിട്ടാണ് എനിക്ക് പോലീസിന് ഏൽപ്പിച്ചത്. പകലും രാത്രിയിലുമായി വോളണ്ടിയർ മാറി മാറി ചുമതല നിർവഹിക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്ക് വോളണ്ടിയർ ചുമതല കഴിഞ്ഞ് 12 മണി കഴിഞ്ഞാണ് തൃക്കരിപ്പൂർ സെന്റ് പോൾ സ്കൂളിന് സമീപത്തുള്ള വഴിയിലൂടെ പേക്കടം ഭാഗത്തേക്ക് ഇവർ 3 പേരും പോകവെയാണ് റെയിൽപാളത്തിനടുത്ത് വടക്കേ കൂവൽ ഭാഗത്തേക്ക് ഒരാൾ നടന്നു പോകുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ രാമവില്യം കഴകത്തിൽ ഡ്യൂട്ടിയിലുള്ള പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തുന്നതിന് മുൻപ് ചെറുവത്തൂർ ഭാഗത്തു നിന്ന് ട്രെയിൻ കടന്നുവരുന്നത് ശ്രദ്ധയിൽപ്പെട്ട 3 പേരും ചേർന്ന് കൊയോങ്കര സ്വദേശിയെ പിടിച്ചുമാറ്റിയതുകൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷിക്കാനായത്. കോളേജ് വിദ്യാർത്ഥികളുടെ ഇടപെടലിൽ ഒരു ജീവൻ രക്ഷിക്കാനായതിൽ 3 പേരെയും പോലീസും നാട്ടുകാരും അഭിനന്ദിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കോട്ടപ്പാറ വെള്ളുട ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ദുർഗാ ഭഗവതിയുടെ ശക്തി ചൈതന്യത്താൽ പെരുമ കേട്ട ക്ഷേത്രമാണ് കാഞ്ഞങ്ങാട് വെള്ളൂട ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. ഇവിടെ പൊങ്കാല സമർപ്പിച്ചാൽ അഭിവൃദ്ധി പ്രാപിക്കുമെന്നാണ് വിശ്വാസം. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വെള്ളൂട ക്ഷേത്രസന്നിധിയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും കലവറ നിറയ്ക്കുന്ന ഘോഷയാത്ര വെള്ളൂട ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുകയാണ്. വ്യാഴാഴ്ച രാവിലെ 6-ന് മഹാഗണപതി ഹോമം, 9:30-ന് പൊങ്കാലയെടുപ്പിൽ ദീപം പകരും. തുടർന്ന് പുല്ലൂർ യോഗാസഭ വനിതാവേദി ഭജന സമിതിയുടെ ഭജന, 12-ന് മഹാപൂജ, തുടർന്ന് പ്രസാദ വിതരണം, ഭക്തർക്ക് അന്നദാനവും നൽകും. 5:30-ന് തായമ്പക, ദീപാരാധന, ഭഗവത് സേവ,
ഹബീസ് പൂജ, അത്താഴപൂജ, ശ്രീഭൂതബലി, തിടമ്പ നൃത്തം എന്നിവ നടക്കും. 8-ന് നാടൻ പാട്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടർന്നു. കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. ചിരപുരാതനവും പരിപാവനവുമായ കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും കളിയാട്ട മഹോത്സവവും ഭക്തിയുടെ നിറവിൽ നടന്നു. 2 ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിനത്തിൽ ചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ അരങ്ങിലെത്തി. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട സന്നിധിയിൽ എത്തിച്ചേർന്നത്. ഭക്തർക്ക് അന്നപ്രസാദവും നൽകി. തുലാഭാരം, വഴിപാട് തൊഴൽ എന്നീ ചടങ്ങുകളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ബല്ലത്തപ്പൻ ക്ഷേത്രം പ്രതിഷ്ഠാദിന ആണ്ട് മഹോത്സവം സമാപിച്ചു. വിവിധ പൂജാതി കർമ്മങ്ങൾ നടന്നു. കാഞ്ഞങ്ങാട് ബല്ലത്ത് ശ്രീ ബല്ലത്തപ്പൻ ക്ഷേത്രം പ്രതിഷ്ഠാദിന ആണ്ട് മഹോത്സവത്തിന് സമാപനമായി. പ്രതിഷ്ഠാദിനത്തിൽ പുലർച്ചെ വിവിധ പൂജാതി കർമ്മങ്ങൾ നടന്നു. അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ, ശ്രീഭൂതബലി, നവകം, പഞ്ചഗവ്യം, കലശപൂജ, കലശാഭിഷേകം എന്നിവ നടന്നു. ഉച്ചപൂജ നടന്ന ശേഷം ഭക്തർക്ക് അന്നപ്രസാദവും നൽകി. വൈകുന്നേരം ദീപാരാധന, തായമ്പക, തിടമ്പ നൃത്തം, അത്താഴപൂജ എന്നിവ നടന്നു. തന്ത്രിവര്യൻ ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മഹനീയ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന ആണ്ട് മഹോത്സവം നടന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമിയുടെ വാദ്യശ്രേഷ്ഠ പുരസ്കാരം, ന്യൂഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ വാദ്യ നിപുണ പുരസ്കാരം ലഭിച്ച നീലേശ്വരം സന്തോഷ് മാരാരെ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് P. കൃഷ്ണൻ നായർ പൊന്നാടിയണിയിച്ച് ആദരിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ M. നാരായണൻ, കൃഷ്ണൻ വടക്കേ വളപ്പിൽ, PK ഗംഗാധരൻ, N. കുഞ്ഞമ്പു, കണ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാടി കരിഞ്ചാമുണ്ടേശ്വരി കാവ് കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. 2 ദിവസങ്ങളിലായാണ് മഹോത്സവം നടന്നത്. ശ്രീ കരിഞ്ചാമുണ്ടിയമ്മയുടെയും മറ്റ് ഉപദേവന്മാരുടെയും അനുഗ്രഹത്താൽ ധന്യമായ പാടി ശ്രീ കരിഞ്ചാമുണ്ടേശ്വരി കാവിൽ കളിയാട്ട മഹോത്സവം നടന്നു.
2 ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിനത്തിൽ കരിഞ്ചാമുണ്ടിയമ്മ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. തുടർന്ന് തൊണ്ടച്ചൻ ദൈവം അരങ്ങിലെത്തി. തുടർന്ന് ഗുളികൻ ദൈവവും കെട്ടിയാടി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഭൂതം തെയ്യവും ബീരൻ തെയ്യവും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡിന്റെ സമഗ്ര വികസനത്തിനും പൊതുജനക്ഷേമത്തിനും വിവിധ പദ്ധതികൾ മുന്നോട്ട് വെച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സന്തുലിത വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് സോളാർ എനർജി മേഖലയിലേക്ക്. ജെറ്റ് സോളാർ കമ്പനിയുടെ സഹകരണത്തോടെ ആരംഭിച്ച കൊളീഗ്സ് സോളാർ സൊല്യൂഷൻസ് കമ്പനിയുടെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ കൂറ്റൻ മരം വീണ് അപകടം. റോഡരികിൽ നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലേക്കാണ് മരം പതിച്ചത്. പതിനായിരങ്ങളെ ആത്മനിർവൃതിയിലാഴ്ത്തി തൃക്കരിപ്പൂർ രാമവില്ലം കഴകം പെരുങ്കളിയാട്ടത്തിൽ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. ചെണ്ടവാദ്യത്തിന്റെയും ചീനിക്കുഴലിന്റെയും നാദത്തിലലിഞ്ഞ ഇരു ഭഗവതിമാരും തിരുവരങ്ങിൽ എത്തിയതോടെ രാമവില്യം കഴക പരിസരത്തെ ഭക്തസഹസ്രം കൈകൂപ്പി നിന്നു. അർദ്ധരാത്രി ട്രെയിൻ അടുത്തെത്തിയ സമയത്ത് റെയിൽപാളത്തിൽ കുടുങ്ങിയ യുവാവിനെ കോളേജ് വിദ്യാർത്ഥികൾ സാഹസികമായി രക്ഷപ്പെടുത്തി. കോട്ടപ്പാറ വെള്ളൂട ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.